SIR ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. വോട്ടുകൊള്ളയിലൂടെയാണ് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചതെന്നും നെഹ്റുവാണ് രാജ്യത്ത് വോട്ടുകൊള്ള തുടങ്ങിയതെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. സഭയിൽ ആഭ്യന്തരമന്ത്രി തെറ്റായ കാര്യങ്ങൾ പറയുകയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. BJP നടത്തിയ വോട്ടുകൊള്ളയെക്കുറിച്ച് അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. विपक्ष के नेता महोदय कहते हैं कि पहले मेरी बात का आप जवाब दीजिए, मैं सुनना चाहता हूं. आपकी मुंसफी से संसद नहीं चलेगी. मेरे आप बोलने का क्रम मैं तय करूंगा. इस तरह से नहीं चलेगी संसद. मान्यवर उनको धैर्य रखना चाहिए. उनको धैर्य रखना चाहिए मेरा जवाब सुनने का. इनकी एक एक बात का जवाब मैं दूंगा, मगर मेरे भाषण का क्रम वो तय नहीं कर सकते. मैं करूंगा क्योंकि मैं बोल रहा हूं. सर, ये आपने अगर अमित शाह जी का रिस्पांस देखा तो ये कंप्लीटली डिफेंसिव रिस्पांस है. ये घबराया हुआ रिस्पांस है, ये डरा हुआ रिस्पांस है. आप सुनिए पूरी बात प्लीज माननीय. नो, सच्चा रिस्पांस नहीं है. माननीय गृह मंत्री जी. ലോക്സഭയിൽ ഇപ്പോഴും ബഹളം തുടരുകയാണ്. തത്സമയം पार्लियामेंट सेशन इन्होंने तबाही किया, मानसून सेशन को भी इन्होंने बर्बाद किया इसी मुद्दे पर, और ये हमारा शीतकालीन समय को भी इन्होंने 2 दिन बर्बाद किया. आज बारीकी से जो बता रहे थे ये लोग भाग गए. ये तो ठीक नहीं है. मान्यवर, ये 200 बार भी बहसकार करेंगे, एक भी अवैध घुसपैठियों को इस देश में हम वोट नहीं देंगे. സജു തോമസ് ചേരുന്നുണ്ട്. സജു, എന്താണ് പാർലമെന്റിൽ സംഭവിക്കുന്നത്? पॉलिसी है मान्यवर, डिटेक्ट मतलब ढूंढो, डिलीट करो. ധന്യ, വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഇപ്പോഴും വലിയ വാക്പോരുകൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിതനാക്കുകയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറ്റു വിഷയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വാക്പോരിലേക്കാണ് ഇപ്പോൾ സഭാ നടപടികൾ 5 മണി മുതൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറായിട്ട് അമിത്ഷായുടെ പ്രസംഗം നീങ്ങുകയാണ്. പ്രത്യേകിച്ച് അമിത്ഷാ മുൻപോട്ട് വെച്ച ചില ആരോപണങ്ങൾ, രാജ്യത്ത് ആദ്യമായി വോട്ടുകൾ നടന്നത് നെഹ്റുവിന്റെ കാലത്താണ്. നെഹ്റുവിന്, അതായത് പ്രവർത്തക സമിതിയിൽ വോട്ട് കൂടുതൽ പട്ടേലിൽ ലഭിച്ചപ്പോൾ തന്നെയും വലിയ തോതിൽ വലിയ അമർഷമുണ്ടായ നെഹ്റു അന്ന് പ്രധാനമന്ത്രിയായി. രണ്ടാമത്തെ വോട്ടുകൾ നടന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. മൂന്നാമത്തെ വോട്ടുകൾ നടന്നത് 1980 സോണിയാഗാന്ധിയുടെ കാലത്താണ്. അതായത് സോണിയാഗാന്ധിക്ക് ആദ്യഘട്ടത്തിൽ, അതായത് അവർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവർക്ക് ഇന്ത്യൻ പൗരത്വമില്ലായിരുന്നു. പിന്നീട് അവർ ഇന്ത്യയുടെ പൗരത്വമില്ലാതെയാണ് വോട്ട് ചെയ്തത്. അങ്ങനെ 3 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ വോട്ടുകൾ നടന്നത്. അതായത് ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസും പരാജയപ്പെടുന്ന ഇടങ്ങളിൽ മാത്രമാണ് EVM-നെ കുറ്റം പറയുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുക. മറിച്ച് അവർ വിജയിക്കുന്ന ഇടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വമില്ലായ്മയാണ് ഇപ്പോൾ കോൺഗ്രസിന് വന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന രീതിയിലേക്കുള്ള വലിയ പരാമർശങ്ങളാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. VD സതീശൻ മുതൽ V ശിവൻകുട്ടി വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ആക്ഷേപിക്കുകയാണ്. VD സതീശൻ, അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി, T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരെടുത്തു പറഞ്ഞാണ് ഇപ്പോൾ അമിത്ഷായുടെ മറുപടി പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, ഈ നേതാക്കളൊക്കെയും ഇന്ത്യയെ അപമാനിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട വോട്ട് ചെയ്ത എത്ര പേരുണ്ട്, ആ പേരുകളൊക്കെയും ഭാരതീയ ജനതാ പാർട്ടി അവിടെ എടുത്തു കാട്ടിയതാണ്. പക്ഷേ ആ വിഷയത്തിലൊന്നും യാതൊരു പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. EVM-നെ കുറ്റം പറയുക മാത്രമാണ്. 2014 മുതലാണ് ഈ ഒരു സമ്പ്രദായം തുടങ്ങിയത്. 2004-ലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതെങ്കിലും 2014 മുതൽ BJP വിജയിക്കുന്ന ഘട്ടങ്ങളിൽ മുതലാണ്
ഇത്തരത്തിൽ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഹരിയാനയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങൾ അമിത്ഷായുടെ ഭാഗത്തുണ്ടായി. അദ്ദേഹം സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രധാനമായിട്ടും ഈ വിദേശ മോഡലിന്റെ ചിത്രം ഉയർത്തിയുള്ള വലിയ പോരാട്ടങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ അതൊക്കെയും വസ്തുതാവിരുദ്ധമാണ്. സഭയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഇപ്പോൾ സഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സഭാ നടപടികൾ നടക്കുകയാണ്. അതായത് വിശദാംശങ്ങൾ നൽകിയത്.